അപ്പോ നിങ്ങളുടെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്റെ ഉള്ളിൽ നിറയെ വിഷയാണ്. പിന്നെ എങ്ങനെയാ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ കഴിയുക? അവനത് പറയുമ്പോ അവന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം എന്താ? അവളുടെ ശബ്ദമുയർന്നു. നിനക്ക് എന്നെ ഇഷ്ടമാണോ? അവനത് ചോദിച്ചതും അവളൊന്ന് പതറി. അവൻ എന്ത് മറുപടി കൊടുക്കണമെന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു. എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? പറയ്, നിനക്ക് എന്നെ ഇഷ്ടമാണോന്ന്. അയ്യേ, ഒരിക്കലും അല്ല. നിങ്ങളെപ്പോലെ ഒരാളെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടാനാണ്? എനിക്ക് നിങ്ങളോട് ഇഷ്ടമൊന്നുമില്ല. മുഖത്തെ കള്ളത്തരം മനസ്സിലാവാതിരിക്കാൻ അവൾ വേഗം ഗ്ലാസിനടുത്തേക്ക് തിരിഞ്ഞിരുന്നു. പിന്നെ എന്തിനാ നീ ഇത് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? എനിക്ക് എന്തായാലും ഇഷ്ടമില്ലാത്തൊരു ജീവിതം ഇനി ഉണ്ടാവില്ല. അഥവാ എനിക്കിനി വേറൊരു ജീവിതം വേണമെന്ന് ആഗ്രഹം തോന്നിയാലും അവൾ അതിന് സമ്മതിക്കില്ല. അത് നിനക്ക് ഇന്നൊരു ദിവസത്തെ സംഭവങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായില്ലേ? ചാരു ഒന്ന് ഇരുത്തി മൂളി. അങ്ങനെ വഴിയിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് അവർ വീട്ടിലെത്തിയപ്പോഴേക്കും സമയം രാത്രി 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം എല്ലാവരും ലിവിങ്ങിലിരുന്ന് സംസാരത്തിലായിരുന്നു. നിങ്ങളെത്തിയോ? ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എന്തു പറ്റി അച്ഛാ? നമ്മുടെ ആരതിയുടെ കല്യാണക്കാര്യം. ആഹാ, ഇനി ജീവിതത്തിൽ ഒരു കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ തീരുമാനം മാറ്റിയോ? അവനൊന്നും അറിയാത്ത പോലെ ആരതിയെ നോക്കി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ നരനെ കണ്ടതോടെ മാറിയില്ലേ മോനെ? നിർത്തിക്കേ രണ്ടാളും. ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല കേട്ടോ ഈ ചർച്ചക്ക്. ആരതി ചിണുങ്ങിക്കൊണ്ടിരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. അയ്യേ, എന്റെ ചേച്ചി പെണ്ണ് പിണങ്ങിപ്പോവല്ലേ? ദേവ് അവളെ ചേർത്ത് പിടിച്ച് അവൾക്ക് അരികിലിരുന്നു. ഏതായാലും വരദയുടെ വിവാഹം നമ്മൾ നിശ്ചയിച്ച ഡേറ്റിന് ഇനി അധിക ദിവസമില്ലല്ലോ. അപ്പോ അതിന്റെ കൂടെ തന്നെ ഇതും അങ്ങനെ നടത്തിയാലോ? അത് വേണ്ടച്ചാ. വരദയുടെ കല്യാണം വളരെയധികം ആർഭാടത്തോടെ നടത്തുന്നതല്ലേ. എനിക്കിനി അതിനോടൊന്നും താല്പര്യമില്ല. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു താലികെട്ട് പരിപാടി, അത്രയും മതി. പക്ഷേ നരന്റെ വീട്ടുകാർക്ക് വലിയ പരിപാടിയാക്കി നടത്തണമെന്നാണ്. ഞാനൊരിക്കൽ അവന്റെ വീട്ടിൽ പോയപ്പോ അവന്റെ അമ്മ പറഞ്ഞിരുന്നു, അവർക്ക് ആകെ ഒരു മകനല്ലേ ഉള്ളൂ. എല്ലാവർക്കും ആടാനും കൂടാനും ഈ ഒരു കല്യാണമേ ഉള്ളൂ അവരുടെ കുടുംബത്തിൽ. അപ്പോ അന്ന് ഗംഭീരമായി തന്നെ നടത്തണമെന്നൊക്കെ. എങ്കിൽ പിന്നെ നിങ്ങളോടൊക്കെ ഇഷ്ടം പോലെ ചെയ്യുക. എന്നാ മോൾ അവനോടും വീട്ടുകാരോടും ഒരു ദിവസം ഇവിടേക്ക് വരാൻ പറയൂ. ആധികാരികമായ വിവാഹ നിശ്ചയവും പെണ്ണുകാണലും ഒക്കെ നടത്തണമല്ലോ. നരേട്ടൻ കുറെ ദിവസമായി ചോദിക്കുന്നു വരട്ടെ എന്ന്. ഞാനാ ഇപ്പോ വരണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയത്. എന്നാ ഇനി വൈകിക്കണ്ട, നാളെ തന്നെ അവരോട് വരാൻ പറയൂ. ശരി അച്ഛാ. അങ്ങനെയെല്ലാം സംസാരിച്ച് തീരുമാനിച്ച ശേഷം എല്ലാവരും കിടക്കാനായി അവരുടെ മുറികളിലേക്ക് പോയി. ചാരു കുളിച്ച് ഫ്രഷായി കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ദേവും വന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ ഒരേ കട്ടിൽ തന്നെയാണ് കിടക്കാറുള്ളത്. പക്ഷേ രണ്ടറ്റങ്ങളിലാണെന്ന് മാത്രം. ചാരുവിനൊരു പുഞ്ചിരിയും സമ്മാനിച്ച് അവൻ കിടന്നു. ചാരുവിന് അവളുടെ കണ്ണുകളിലേക്ക് ഉറക്കം വന്നു തുടങ്ങിയിരുന്നു. പക്ഷേ ദേവിനത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വന്നില്ല. അവന്റെ ഉള്ളിലേക്ക് കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ വന്നുകൊണ്ടിരുന്നു. അവളെ ചുംബിച്ചതും അവളുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയതും ഒരു നീലയുടെ പോലും മറവില്ലാതെ അവന്റെ ശരീരം അവളുടെ ശരീരത്തിലേക്ക് ചേർത്തിയതും അങ്ങനെയെല്ലാം എസിയുടെ കടുത്ത തണുപ്പിലും അവൻ വിയർക്കാൻ തുടങ്ങി. അവന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പിൻ കണങ്ങൾ ഇറ്റി വീണു. അവന്റെ സിരകളിൽ കാമത്തിൻ പരവേശം നിറഞ്ഞു. ദേവ അപ്പുറത്തേക്ക് തിരിഞ്ഞ് ചാരുവിനെ നോക്കി. ചുവന്ന കളർ ചുരിദാറിൽ മലർന്നു കിടക്കുന്ന അവളിലെ ആകാരവടിവ് കാണവേ അവനിൽ മോഹം തീവ്രമായി. അവൻ എസിയുടെ റിമോട്ട് എടുത്ത് കുറച്ചു വെച്ചു. റൂമിലെ തണുപ്പ് കൂടാൻ തുടങ്ങി. ചാരു പുതപ്പെടുത്ത് കഴുത്തറ്റും ശരിക്കും മൂടി. പക്ഷേ ആ കട്ടിയുള്ള കമ്പിളിക്കടിയിൽ കിടന്നും അവൾ തണുത്ത് വിറക്കാൻ തുടങ്ങി. ചാരു പതിയെ കണ്ണുകൾ തുറന്നു. എസിയുടെ റിമോട്ടും പിടിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ദേവിനെയാണ് അപ്പോൾ അവൾ കണ്ടത്. നിസ്സഹായതയോടെ അവൾ അവനെ നോക്കി. എന്തേ? അവൻ പുരിക കൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിച്ചു. ആ എസിയുടെ തണുപ്പൊന്ന് കുറക്കോ? എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. ഈശ്വര, ഇതെന്തൊരു ശരീരമാണ്! എനിക്ക് തണുത്തിട്ട് കിടക്കാൻ പറ്റുന്നില്ല. പ്ലീസ്. എസി കൂട്ടാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ നിന്റെ തണുപ്പ് മാറ്റി ഞാൻ ചൂടാക്കി തരാം. എന്ത്? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അവൻ അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. അവന്റെ ടീഷർട്ട് ഊരി മാറ്റി.
അവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ സ്തംഭിച്ചു നിൽക്കുന്നവളെ അവൻ അവന്റെ നെഞ്ചിലേക്ക് അമർത്തി കെട്ടിപ്പിടിച്ചു. അവന്റെ ശരീരത്തിലെ ചൂട് അവളിലേക്കും പകർന്നു. അവളുടെ ഉള്ളവും ചൂട് പിടിക്കാൻ തുടങ്ങി. അവന്റെ കക്ഷത്തിലെ ഗന്ധം അവളെ മത്തുപിടിപ്പിച്ചു. ആ ഗന്ധത്തിന് പ്രത്യേകമായൊരു ലഹരി ഉള്ളതുപോലെ തോന്നി അവൾക്ക്. അവനിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് പകരം അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു. അവനെ അമർത്തി കെട്ടിപ്പിടിച്ചു. ഇപ്പോ തണുപ്പ് മാറിയോ? ദേവ് പതിയെ അവളുടെ കാതുകളോട് അവന്റെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ചോദിച്ചു. അവൾ പതുക്കെ മൂളി. അവന്റെ ഉള്ളിലെ കാമം ശമിക്കാൻ അവളുടെ ആ പുണരെ തന്നെ മതിയായിരുന്നു. പിന്നെ മറ്റൊന്നിനും മുതിരാതെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നിദ്രയെ പുലുകി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ദേവ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇഷയുടെ 10-30 മിസ് കോൾ ഉണ്ട്. അപ്പോഴാണ് വീട്ടിലെത്തിയിട്ട് അവൾക്ക് വിളിക്കാമെന്ന് പറഞ്ഞത് അവൻ ഓർത്തത്. ഓ ഷിറ്റ്! ദേവ് കട്ടിലിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. തൊട്ടരികിലുള്ള ടേബിളിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് അത് പുകച്ചുകൊണ്ട് ഇഷയുടെ ഫോണിലേക്ക് ഡയൽ ചെയ്ത് ബാൽക്കണിയിലേക്ക് പോയി. പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല. കുറെ പ്രാവശ്യം അവൻ ട്രൈ ചെയ്തു. നോ റെസ്പോൺസ്. ചാരു അപ്പോഴേക്കും താഴെ പോയി അവനുള്ള കോഫിയുമായി അവിടേക്ക് വന്നു. ഇതാ കോഫി. ഇതാർക്കാ? നിങ്ങൾക്കുള്ളതല്ലാതെ നിങ്ങൾക്ക് നേരെ വിളിച്ചു നീട്ടില്ലല്ലോ. ഓ, എന്താ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ? അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിയൊരു മുറുക്ക് കുടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. പതിവുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പൊ നടക്കുന്നത്. അർത്ഥം വെച്ചുള്ള അവളുടെ സംസാരം കേട്ട് അവൻ ചൂളിപ്പോയി. പിന്നെ ഒന്നും പറയാതെ അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്താ മുഖത്തൊരു ടെൻഷൻ? കൈയെടുക്കാതെ വലിച്ചുകൊണ്ടിരിക്കുന്ന അവനോട് ചാരു ചോദിച്ചു. അത് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ വെറുതെ നിങ്ങളെ ഇങ്ങനെ കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. ഏയ്, പറയാൻ പറ്റായികൊന്നുമില്ല. ഇന്നലെ അവിടുന്ന് പോരുമ്പോ ഇഷയോട് അവിടെ എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിരുന്നതാണല്ലോ. പക്ഷേ ഇന്നലത്തെ ചർച്ചയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ കാര്യം മറന്നുപോയി. രാവിലെ എണീച്ച് നോക്കുമ്പോ അവളുടെ 30 മിസ് കോൾ ഉണ്ട്. ഇപ്പൊ തിരിച്ചു വിളിച്ചിട്ടാണെങ്കിൽ എടുക്കൊന്നുമില്ല. ഓ, അതാണോ? ചാരു വലിയ താല്പര്യമില്ലാതെ ചോദിച്ചു. ഞാനൊന്ന് അവളെ പോയി കണ്ടിട്ട് വരാം. അല്ല, അച്ഛൻ നിങ്ങളോട് റെഡിയായിട്ട് താഴേക്ക് വരാൻ പറഞ്ഞു. നരനും കുടുംബം 10 മണിയാകുമ്പോഴേക്ക് വരുമത്രേ. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവളോടൊന്ന് സംസാരിക്കാനിപ്പോ എന്താ ഒരു വഴി? ദേവ് സ്വയം പെരുവിറുത്തുകൊണ്ടിരുന്നു. ഓ, കാമുകിയോട് സംസാരിക്കാനിട്ട് ഇത്രയ്ക്ക് അസ്വസ്ഥതയോ? ചാരു അവൻ കേൾക്കാതെ ദേഷ്യത്തോടെ പതിയെ പറഞ്ഞു. എന്താടി കാന്താരി പിറുപിറുക്കുന്നേ? ഒന്നുമില്ലേ, ഞാൻ അച്ഛൻ പറഞ്ഞത് വന്ന് പറഞ്ഞു. നിങ്ങളിനി നിങ്ങളുടെ കാമുകിയെ കാണാൻ പോവേ താഴേക്ക് വരെ എന്തു വേണമെങ്കിലും ചെയ്യാം. ഞാൻ പോവാണ്. ചാരു മുഖം കൊട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അസൂയ നിറഞ്ഞ അവരുടെ സംസാരം കേട്ട് ദേവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഇഷയുടെ നമ്പറിലേക്ക് അവസാനമായി ഒന്നുകൂടി കോൾ ചെയ്ത് നോക്കി അവൻ. പക്ഷെ പുതുതായിട്ടൊന്നും സംഭവിച്ചില്ല. പിന്നെ ഫോൺ അവിടെ വെച്ച് അവൻ കുളിച്ച് ഫ്രഷ് ആവാനായി പോയി. ദേവ് ദേവ് ഡ്രസ്സിംഗ് എല്ലാം കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി മൂടി ചെയ്യിക്കൊണ്ടിരിക്കുമ്പോഴാണ് താഴെ നിന്നും പ്രഭാകരൻ വിളിക്കുന്നത്. ഇതാ വരുന്നച്ചാ. ചേർപ്പ് അവിടെ വെച്ച് അവൻ താഴേക്കിറങ്ങി. അവരിങ്ങെത്താനായി. നീ ഇത് എന്തെടുക്കയാ? സംഭവം നിന്റെ ഉറ്റ സുഹൃത്തൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഒരളിയന്റെ സർവ്വ ബഹുമാനം നൽകി അവനെ സ്വീകരിക്കാൻ നീ ഇവിടെ മുന്നിൽ തന്നെ വേണം. ജീവിതവും സന്തോഷവുമെല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ചിരുന്ന എന്റെ ആരതിമോളുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വന്നവനാണവൻ. അതുകൊണ്ട് അവനെ നമ്മൾ ആദരിക്കുക തന്നെ വേണം. അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നരനും കുടുംബവും അടങ്ങിയ 2 കാറുകൾ ഗേറ്റ് കടന്നു വന്നത്. ദേവ് വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയ നരനെ പോയി കെട്ടിപ്പിടിച്ചു. അളിയാ. ഷോ, എത്ര കാലങ്ങളായിട്ട് നിന്റെ വായിൽ നിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിളിയാണിതെന്ന് അറിയോ? അവനിലുള്ള പിടുത്തം വിടാതെ തന്നെ നരൻ പറഞ്ഞു. ഇനിയിപ്പോ നിനക്ക് എന്നും കേൾക്കാലോ. ഒരു ദിവസം എത്ര തവണ വിളിക്കണമെന്ന് പറഞ്ഞാ മതി. ഒന്ന് പോടാ. ഓ, മതി മതി, രണ്ടും കൂടെ. മോനെ ദേവേ, അവൻ മാത്രമല്ല ഇവിടേക്ക് വന്നത്. കൂടെ വന്ന് ഞങ്ങളെ കൂടെ നീ ഒന്ന് നോക്കടാ, നരന്റെ അമ്മ പറഞ്ഞു. അയ്യോ സോറി അമ്മേ, ഞങ്ങൾ പെട്ടെന്ന് കണ്ട സന്തോഷത്തിൽ. വാ വാ, എല്ലാവരും അകത്തേക്ക് കയറേ. അവൻ എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുപോയി അവർക്കുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്ത ശേഷം കല്യാണ ഡേറ്റ് നിശ്ചയിക്കാനായി എല്ലാവരും കൂടിയിരുന്നു. അപ്പോഴാണ് പുറത്തു നിന്നും ഒരു കാറിന്റെ ഹോൺ ശബ്ദം കേട്ടത്. തുടരും.